എന്ത് തന്നിട്ടുണ്ട്? സിയും ഡിയും തമ്മിൽ അവരുടെ ഇൻകത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 60 ആണ്. അതേപോലെ എയും ബിയും തമ്മിലുള്ള അവരുടെ ഇൻകത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 180 ആണ് അല്ലേ? അവർ തമ്മിലുള്ള ഇൻകത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 180 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇത് അവർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ്. ഇത് അവർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ്. നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. 8 into 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 48 കിട്ടും, -35. 5 into 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 300 കിട്ടും, മൈനസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോണത് 1080 ആണ് കിട്ടാൻ പോകുന്നത്. ഈ വാല്യൂസ് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. 13 = 780, 1 = 60 എന്ന് കിട്ടും. സോ ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8ൻ്റെ അവിടെ 480 എന്ന് കിട്ടും, 7ൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 420 എന്ന് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിയുടെയും ഡിയുടെയും കണ്ടുപിടിക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് ബിയുടെയും ഡിയുടെയും ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 5:6 മുകളിൽ എഴുതുക, 8:7 എന്ത് ചെയ്യുക? അതിൻ്റെ താഴത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബിയുടെയും ഡിയുടെയും വാല്യൂസ്, ഈ ഒരു റേഷ്യോയുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അങ്ങനെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എയുടെ ഇൻകം ഉണ്ട്, ബിയുടെ ഇൻകം ഉണ്ട് അല്ലേ? അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുവാണ് 3 ആണ്. ഇനി 7ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് നമ്മൾ നോക്കുമ്പം 1 ആണ്. ഓക്കെ, യെസ്, ഇത് അവരുടെ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അവരുടെ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 8ഉം 5ഉം, അതായത് 8 എന്ന് പറയുന്നത് എ ആണ്, 5 എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് പറയുന്നത് ബി ആണ്. ആ റേഷ്യോ വാല്യൂസിൻ്റെ ഡിഫറൻസ് 3 ആണ്. അതേപോലെ നമ്മുടെ സി എന്ന് പറയുന്ന ആളുടെയും ഡി എന്ന് പറയുന്ന ആളുടെ റേഷ്യോ വാല്യൂസിൻ്റെ ഡിഫറൻസ് 1 ആണ്. ഈ ഡിഫറൻസിൻ്റെ റേഷ്യോ നിങ്ങൾ നോക്കിക്കോളും, നിങ്ങൾക്ക് കിട്ടി 3:1 ആണ്. ഇവിടുത്തെ രണ്ട് വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവർ തമ്മിലുള്ള ആക്ച്വൽ, അതായത് നമ്മുടെ എയുടെ വാല്യൂവും ബിയുടെ ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് 180 ആണ്. സിയുടെ വാല്യൂവും ഡിയുടെ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 60 ആണ്. സോ ഇവരെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത്? 3:1 ആണ് കിട്ടുന്നത്. സോ ഐ ക്യാൻ സേ 1 = 60. ഈ ഒരു ക്വസ്റ്റ്യനിലാണ് പറയുന്നത്. ചില സമയത്ത് അങ്ങനെ ആവില്ല. ഇപ്പോൾ ഇവർ തമ്മിലുള്ള രണ്ടുപേരുടെയും ഇൻകത്തിൻ്റെ ഡിഫറൻസ് ഇവിടെ 3:1 ആണ്.